ഹലോ പ്രിയമുള്ളവരെ, സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നിമിഷയും അപ്പവും ഒക്കെ ഇനി എന്താണ്, കുന്നിമണി ഗ്രാമത്തിലേക്ക് ചേക്കേറുകയാണ്. ഇനി അവിടെ സ്ഥിരതാമസമല്ല, കവിതയുടെ കല്യാണം കൂടാൻ വന്നതാണ്. ആ കല്യാണം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? കാരണം കഥയിൽ ഓരോ ഭാഗത്തും എന്തെങ്കിലും കുബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു പേടിയാണ് കേട്ടോ. ആ നേരത്ത് തോന്നുന്ന ബുദ്ധിയാണല്ലോ. കുബുദ്ധികളൊന്നും തോന്നാതെ നേരായ ബുദ്ധിയിലൂടെ കഥ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ? അപ്പം മാലയോഗം 34-ാം ഭാഗത്തിലേക്ക് സ്വാഗതം കേട്ടോ. നിമിഷ, അപ്പു, നിങ്ങളൊന്ന് നിൽക്കൂ. ഇനി എനിക്ക് ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട്. എന്തോ ആലോചനയോടെ പറയുന്നവളുടെ മിഴികളിലേക്ക് നിമിഷ സന്ദേഹത്തോടെ നോക്കി. അവൾ പറയുന്നത് റോഡിൻ്റെ മറുവശത്ത് കാണുന്ന മൊബൈൽ ഷോപ്പിലേക്ക് നോക്കിയാണ്. ഉണ്ണിമായ മുമ്പിൽ നടക്കുമ്പോൾ നിമിഷയും അപ്പവും അവളുടെ പിറകിൽ കൂടി. ആദ്യ സാലറി കിട്ടുമ്പോഴേ കവിതയ്ക്കൊരു സെൽഫോൺ വാങ്ങണമെന്ന് മനസ്സിലൊരാഗ്രഹമായിരുന്നു. ഷോപ്പിലെ സെൽഫിൽ നോക്കി പറയുന്ന ഉണ്ണിമായ നിമിഷയെ നോക്കി. ഉണ്ണിമായുടെ ബഡ്ജറ്റും ചേർന്ന് സെൽഫോൺ ഞാൻ നോക്കിയെടുത്ത് തരാം എന്ന് പറഞ്ഞ് നിമിഷ ഷോപ്പിലെ പയ്യനോട് സെൽഫോണുകൾ ഇരിക്കുന്ന ഷെൽഫിലേക്ക് നോക്കി ചൂണ്ടി ഓരോന്ന് എടുത്തു തരാൻ പറഞ്ഞു. ഫോണിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തതുകൊണ്ടേ ഷോപ്പിലെ പയ്യനോട് നിമിഷ ചോദിക്കുന്നതും പറയുന്നതൊക്കെ കൗതുകത്തോടെ നോക്കി നിന്നവൾ. എന്തായാലും സാലറി കിട്ടിയ ദിവസം തന്നെ ഷോപ്പിങ്ങിന് പോയത് നന്നായി. ഒരു ദിവസം കൂടി വൈകിയാലേ പൈസ പല വഴിക്ക് പോകും. ഫോണും വാങ്ങി വരുന്ന വഴി ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നതിനിടയിൽ നിമിഷ പറഞ്ഞു, നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സാലറിക്ക് പുറമെ വിഘ്നേഷ് സാറ് കുറച്ച് പൈസ കയ്യിൽ തന്നു. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും എൻ്റെ കയ്യിൽ പിടിച്ചു തന്നു. ഉണ്ണിമായ പറയുന്നത് കേൾക്കുമ്പോഴും നിമിഷയുടെ ഉള്ളിലൊരു കള്ളച്ചിരി വിടർന്നു. എടി പെണ്ണെ, ഇതൊരു പണിയാകുമോ? തലയാട്ടിക്കൊണ്ട് നിമിഷ അവളെ അടിമുടി നോക്കി. എന്ത് പണിയാകുമെന്ന്? അപ്പോഴേക്കും ഓർഡർ ചെയ്ത സാധനങ്ങൾ വെയിറ്റർ കൊണ്ടുവന്നു. നിമിഷ മറുപടി കൊടുക്കാതെ ഓരോ വിഭവങ്ങളും അപ്പുവിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. നീ പറ, എന്ത് പണിയാകുമെന്നാ? അവൾ കാതിയേറി. നമുക്ക് പിന്നെ ഈ വിഷയം സംസാരിച്ചാൽ പോരെ? പറയുന്നതിനിടെ നിമിഷ ഉണ്ണിമായ്ക്ക് കണ്ണുകൊണ്ട് അപ്പുവിനെ ആംഗ്യം കാണിച്ചു കൊടുത്തു. അതോടെ അവൾ പറയാൻ പോകുന്ന കാര്യം എന്തോ ഗൗരവമുള്ളതാണെന്ന് ശങ്ക അവളുടെ ഉള്ളിൽ ഉടലെടുത്തു. മൂവരും വീടെത്തി കുളിച്ചു ഫ്രഷ് ആവാനുള്ള തിടുക്കത്തിലായിരുന്നു. അതിനിടയ്ക്ക് രാധിക വിളിക്കുന്നുവെന്നും പറഞ്ഞ് നിമിഷ അല്പം നേരം ഹാളിലെ സോഫയിൽ വന്നിരുന്നു. അപ്പോഴേക്കും ഉണ്ണിമായ കുളിച്ചു വന്നു അഴിച്ചു മാറ്റി അവളുടെ അപ്പുവിൻ്റെയും അഴുക്കു തുണികൾ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചു. അപ്പുവിനുള്ള മരുന്ന് നൽകി അവൻ്റെ അരികിലിരുന്നു അവനെ ഉറക്കി. രാധികയുമായുള്ള ഫോൺ സംഭാഷണം കഴിഞ്ഞ് നിമിഷ മുറിയിലെത്തിയപ്പോഴേക്കും ഉണ്ണിമായ മുറിയിലെ വെളിച്ചം മാത്രം അണക്കാൻ ബാക്കി വെച്ച് കിടന്നു. നിമിഷ ലൈറ്റ് അണച്ചു കിടന്നു. ശരിക്കും രാധിക തന്നെയാണോ വിളിച്ചത്? ഇരുട്ടിൽ നിന്നും ഉണ്ണിമായുടെ ശബ്ദം മാത്രം കേട്ടപ്പോഴാണ് അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് നിമിഷക്ക് മനസ്സിലായത്. നീ ഉദ്ദേശിക്കുന്ന ആളുമായി ഞാൻ ബ്രേക്കപ്പായിട്ട് മാസെമ്മണിയായി പറയുമ്പോൾ അവളുടെ സ്വരം ഗദ്ഗതം വന്ന് മൂടുന്നത് ഉണ്ണിമായ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്താ നീ എന്നോട് ഇത്രയും നാൾ പറയാതിരുന്നത്? പതിഞ്ഞ സ്വരത്തിലാണെങ്കിലും ഉണ്ണിമായ ഗൗരവത്തോടെ തിരക്കി. അങ്ങനെ പറയാനുള്ള സാഹചര്യമായിരുന്നില്ലല്ലോ നമ്മുടേത്. ബ്രേക്കപ്പ് ആവാൻ ഒരു കാരണമുണ്ടാകുമല്ലോ. തീർച്ചയായും അതിനൊരു കാരണമുണ്ട്. നിമിഷ അത് ഏറ്റു പറഞ്ഞു. അവന് എന്നോടുള്ള സ്നേഹത്തിന് സമ്മാനമായി അവൻ എൻ്റെ ശരീരം ചോദിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അത് ഭീഷണിയായി. അവൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് എഴുതി വെച്ച് അവൻ ചത്തു കളയും പോലും. പോയി ചത്തോ എന്നും പറഞ്ഞ് ഞാൻ ആ ബന്ധം വേരോടെ പിഴുതെറിഞ്ഞു. നിമിഷ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉണ്ണിമായ വിറങ്ങലിച്ചു പോയിരുന്നു. തനിക്കും ഇതുപോലൊരു നോ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വിഷ്ണുവിൻ്റെ വശീകരണത്തിൽ വീണു പോകാത്ത, തൻ്റെ ബലഹീനതയെ തൊടാത്ത ഒരു നോ. അന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയിത്തീരില്ലല്ലോ എന്നോർക്കെ അറിയാതൊരു തേങ്ങൽ അവളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്നു. മിടുക്കിയാണ് നീ. ജീവിതത്തെയും സ്വന്തം ഭാവിയെയും ഒരു മായാലോക കണ്ണികൾക്കും വിട്ടുകൊടുക്കാതെ ഒരുത്തൻ്റെ കയ്യിലെയും മരപ്പാവയാവാതെ രക്ഷപ്പെട്ടു. നിനക്ക് കാണാൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം ഞാൻ തന്നെയാണ്. പറയുന്നതിനിടയിൽ ഉണ്ണിമായ കരഞ്ഞുപോയി. എന്തോടാ ഇത്? ഉണ്ണിമായ ഇപ്പോൾ ഭാരിച്ച ചിന്തകളൊന്നും ഏൽക്കണ്ട. നീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിന് പുതിയ ധ്വനിത്തലം വേണ്ട. നിമിഷ അവളുടെ അരികിലേക്ക് കിടന്നു അവളെ വാരി പുണർന്നു. ഉണ്ണിമായ മിഴികൾ അമർത്തി തുടച്ചു. ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയാൻ വന്നതേ, വിഘ്നേഷ് സാറിന് നിൻ്റെ കാര്യത്തിൽ മറ്റാർക്കും കൊടുക്കാത്തൊരു ശ്രദ്ധയുണ്ട് എന്നാണ്. നിമിഷ വിഷയമൊന്ന് മാറ്റിപ്പിടിച്ചു. ആടോ, ഞാൻ
പുള്ളിയുടെ ബാങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 വർഷമായി. ഇന്നേ വരെ ഒരു സ്റ്റാഫിന് പോലും സാലറിക്ക് പുറമെ നാരങ്ങ മിഠായിക്ക് പോലുള്ള പൈസ അധികം തന്നിട്ടില്ല. ആ അവസ്ഥക്ക് തനിക്ക് പറഞ്ഞു മുഴിപ്പിക്കും മുമ്പേ നിമിഷ പൊട്ടിച്ചിരിച്ചു. അത് ചിലപ്പോൾ അപ്പുവിൻ്റെ അസുഖമൊക്കെ അറിഞ്ഞത് കൊണ്ടായിരിക്കില്ലേ? ഉണ്ണിമായുടെ മനസ്സ് അസ്വസ്ഥയായി. ആയിക്കൂടാതില്ല എന്നും പറഞ്ഞ നിമിഷം അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു മിഴി ചിമ്മി. കവലയിൽ ബസ് ഇറങ്ങി അപ്പുവിൻ്റെ കൈപിടിച്ച് ഉണ്ണിമായും അവർക്കൊപ്പം നിമിഷയും കുന്നിമണി ഗ്രാമത്തിലെ ഇടവഴിയിലൂടെ നടന്നു. ഇതിപ്പോൾ എന്നേക്കാൾ അധികം എൻ്റെ നാട്ടിലേക്കുള്ള വഴി തനിക്കാണല്ലോ അറിയുന്നത്. ഇറങ്ങാനുള്ള സ്റ്റോപ്പിൻ്റെ പേര് പോലും കൃത്യമായി പറയുന്നത് കേട്ട് പറഞ്ഞതാ. നാടൊന്നാകെ നോക്കി പുഞ്ചിരിയോടെ നടക്കുന്നതിനിടയിൽ ഉണ്ണിമായ പറഞ്ഞു. ഉണ്ണിമായുടെ കുന്നിമണി ഗ്രാമം മറക്കാൻ പറ്റുമോ? നിമിഷ അവളുടെ ചുമലിലേക്ക് ചാഞ്ഞു. ഇടവഴി കഴിഞ്ഞ് പാടവരമ്പത്ത് എത്തിയപ്പോഴേ കണ്ടു ദയിപ്പിക്കുന്നോട്ടം നോക്കി നിൽക്കുന്ന ആളുകളെ. എടോ ഗ്രാമീണരല്ലേ, എല്ലാം മറക്കാനും അംഗീകരിക്കാനും സമയമെടുക്കും. ആളുകളുടെ നോട്ടം കൊണ്ട് ഉണ്ണിമായുടെ മുഖം വാടിയത് കണ്ട് നിമിഷ പറഞ്ഞു. അവരാദ്യം പോയത് ഉണ്ണിമായുടെ വീട്ടിലേക്കായിരുന്നു. വീടിൻ്റെ താക്കോൽ കവിതയുടെ അടുത്താണെന്ന് ഓർക്കെ കയ്യിൽ കവറുകൾ തൂക്കി നേരെ കവിതയുടെ വീട്ടിലേക്ക് പോയി. മുറ്റത്തൊരു ചെറിയ പന്തൽ ഒരുങ്ങിയിട്ടുണ്ട്. ഇലഞ്ഞിത്തറയിലെ ഭരതൻ നമ്പ്യാർ കവിതയെ വിവാഹം ചെയ്യുന്നു എന്ന സത്യം വിശ്വസിക്കാനാകാതെ ഒരു കൂട്ടം പന്തലിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. ഉണ്ണിമായുടെ നേർക്ക് നീളുന്ന മിടികളെ വകവെക്കാതെ വീടിൻ്റെ ഉമ്മറത്തേക്കെത്തി. ഉണ്ണിമായെ കണ്ടതു രണ്ടും കയ്യിലും മൈലാഞ്ചിട്ട് നിൽക്കുന്ന കവിതയെ അവളുടെ അരികിലേക്ക് ഓടിയെത്തി ഒരു നിമിഷം മിഴികൾ തമ്മിൽ കോർത്തു. പിന്നെ ഒരു വാരിപ്പുണലരായിരുന്നു. കവിതയുടെ മനം സുമംഗലിയാകുന്നതിൻ്റെ സന്തോഷത്തിൽ ആടിത്തിമർക്കാണെന്ന് അവളുടെ ആ ഇറുകിപ്പുണരലിൽ ഉണ്ണിമായ്ക്ക് മനസ്സിലായി. ഇതെന്താടോ, നീ നേരത്തെ മൈലാഞ്ചൊക്കെ ഇട്ടോ? ഉണ്ണിമായ അവളുടെ ഇരു കൈ വെള്ളയും മലർത്തി നോക്കി. നമ്മുടെ കൗസല്യയാണ് മൈലാഞ്ചിട്ട് തന്നത്. അവൾക്ക് നാളെ എക്സാമാണ്, അതുകൊണ്ട് നാളെ ഇടാൻ വരാൻ പറ്റില്ലെന്ന്. പറയുന്നതിനിടെ കുടിക്കാൻ നാരങ്ങ വെള്ളം കൊണ്ടുവന്ന സ്ത്രീയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി അവർക്കൊക്കെ അവൾ കൊടുത്തു. അറിഞ്ഞോ, കൗസല്യ ഡോക്ടർ പഠിത്തമാ. ആഹാ, അങ്ങനെ നമ്മുടെ കുന്നിമണി ഗ്രാമത്തിൽ നിന്നും ഒരു ഡോക്ടർ? പുഞ്ചിരിയോടെ പറയുന്നവളുടെ അരികിലേക്ക് സുചിത്രയും സുനിതയും വന്നു നിന്നു. മുത്തശ്ശിയെ കാണണ്ടേ? സുചിത്ര അവരുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി. വേണം, വന്ന കാലം ഇങ്ങോട്ട് വന്നതാ. വീടിൻ്റെ താക്കോൽ ഇവിടെയല്ലേ? അത് കേട്ടതും കവിത മുറിയിൽ പോയി താക്കോൽ എടുത്തു തന്നു. ഉണ്ണിമായും നിമിഷയും മുറ്റത്തേക്കിറങ്ങി. അവർ വന്നതും അപ്പവും ജിതുനും വിപിനും കൂടി കളിക്കാൻ കൂടി. എടി പെണ്ണെ, വൈകിട്ടൊന്ന് കൂടിയാലോ? കവിതയുടെ ആ ചോദ്യത്തിൽ അവരെല്ലാവരും ഒന്ന് ഞെട്ടി. വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കുളത്തിൽ കുളിക്കാം. എനിക്കിതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് കുളിക്കണം. നിങ്ങൾക്കും ഒന്ന് ഫ്രഷ് ആവണ്ടേ? ഞാൻ റെഡി. കേട്ടപ്പോഴേ നിമിഷയ്ക്ക് ആവേശമായി. ശരി, കഴിക്കാനാവുമ്പോൾ വീട്ടിലേക്ക് വാ. ഉണ്ണിമായ അവിടെ ഒന്നും വെക്കണ്ട. ദൂരേക്ക് നടന്നു പോകുന്നവരെ നോക്കി കവിത ഉറക്കെ വിളിച്ചു പറഞ്ഞു. കവിതയുടെ മുഖത്തെ സന്തോഷം കണ്ട് നിറഞ്ഞു വന്ന സന്തോഷക്കണ്ണീർ തുടക്കുന്നതിനിടെ അവൾ ശരിയെന്ന് തലയാട്ടി. എടി പെണ്ണെ, എന്തിനാടി അവളുമായിട്ട് ഇനിയും നിനക്ക് കൂട്ട്? ആ വിഷ്ണുവിനെ പ്രേമിച്ച് അവൻ്റെ കൂടെ പോയി ഗർഭവും ഉണ്ടാക്കി വന്നവളെ തലയിൽ കയറ്റി വെച്ച് നടക്കുന്നതേ ഇലഞ്ഞിത്തറയിലുള്ളവരറിഞ്ഞാലേ നാണക്കേടാ. കവിത അകത്തേക്ക് കയറി വന്നതും അവളുടെ അമ്മായി മുഖത്തടിച്ച പോലെ പറഞ്ഞു. കവിത കരിശം ഉള്ളിൽ നിന്നും തികട്ടി വന്നതും അവൾ സുചിത്രയെ നോക്കി. അവർ കണ്ണുകൊണ്ട് അരുതെന്ന് കാണിച്ചു. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. വേണ്ടി വന്ന ഉണ്ണിമായതെ ഈ ഇടുപ്പിൽ വെച്ച് നടക്കും. പരിഹാസ്യത്തോടെ പറഞ്ഞതും അമ്മായി പുച്ഛത്തോടെ തല തിരിച്ചു. പിന്നെ നിങ്ങളുടെയൊക്കെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം. ഇലഞ്ഞിത്തറയിലെ ഭരതൻ നമ്പ്യാർ ഈ കുന്നിമണി ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് മറ്റാരെയുമല്ല, ഉണ്ണിമായ ആയിരുന്നു. പറയുമ്പോൾ അവൾക്ക് ശ്വാസം എടുക്കാൻ പാട് തോന്നി. കവിതേ! സുചിത്ര അവളെ രൂക്ഷമായി നോക്കി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അമ്മ അലറണ്ട. വിശ്വാസമില്ലെങ്കിലേ നിങ്ങൾക്ക് ഇക്കാര്യം ചെറിയമ്പിയാരോട് തന്നെ ചോദിക്കാം. അവൾക്ക് പറ്റിയ തെറ്റ് ക്ഷമിക്കാനും അവളെ സ്വീകരിക്കാനും ചെറിയമ്പിയാർ തയ്യാറായിരുന്നു. പക്ഷേ ഉണ്ണിമായ തയ്യാറായിരുന്നില്ല. അവൾ എൻ്റെ ഉള്ളിലുള്ള സ്നേഹം ചെറിയമ്പിയാരെ അറിയിച്ചു. ഉണ്ണിമായ വെച്ചു നീട്ടിയ ദാനമാണ് എനിക്ക് ഈ ജീവിതം. കവിത നനഞ്ഞ മീ അവിടെ നിന്നും പിൻവലിഞ്ഞു. കഫേയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമുദ്രയുടെ മുമ്പിലായി വിഘ്നേഷ് ഇരു കൈയും വിടർത്തി നിന്നു. അവൾ അവന് മുഖം നൽകാതെ മുന്നോട്ട് വഴിമാറി നടന്നു. ശിവാംഗി, എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അവൾ വേഗം കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഡോർ അടച്ചു.
ഇത്രയും അവഗണിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ഡോറിൽ കൈവച്ചു നിസ്സഹായതയോടെ കെഞ്ചി. തെറ്റ് ചെയ്തത് വിക്കിയല്ല, ഞാനാണ്. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചു. സമുദ്രയുടെ മിഴികൾ നിറഞ്ഞു. ഇരു കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞു. ഉണ്ണിമായെ സഹായിച്ചതിനാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൾ എൻ്റെ വെറുമൊരു സ്റ്റാഫല്ലേ? വിഘ്നേഷ് കൈ മലർത്തി തിരക്കി. വിക്കിക്ക് ഉണ്ണിമായ വെറുമൊരു സ്റ്റാഫല്ല. അവൾ നിങ്ങൾക്ക് ഏറെ സ്പെഷ്യലാണ്. അവളുടെ വാക്കുകൾ കേട്ട് ദേഹം ധരിച്ചു നിൽക്കുന്നതിനിടയിൽ സമുദ്ര കാർ ഓടിച്ചു പോയി. അവൻ അറിയാതെ പിറകിലേക്ക് മാറി നിന്നു. ഉണ്ണിമായും കവിതയും അലക്കാനുള്ള തുണികൾ ബക്കറ്റിലിട്ട് കുളക്കടവിലേക്ക് നടന്നു. നിമിഷക്കും അതുപോലെ ചെയ്യാൻ മോഹം. അവളും അവരെ പോലെ ബക്കറ്റും തൂക്കി അലക്കാൻ പോയി. എന്നിട്ട് എന്തു പറയുന്നു നിന്റെ ചെറിയമ്പിയാർ? ഉണ്ണിമായ കവിതയ്ക്ക് തോളുകൊണ്ടൊരു തട്ട് കൊടുത്തു. അവൾ മറുപടി പറയാതെ തല താഴ്ത്തി അതരവും വായും പൊത്തി ചിരിച്ചു. സത്യത്തിൽ ഞാനിവിടെ നിന്ന് പോയത് നന്നായി. നിങ്ങൾക്കിടയിൽ ഒരു കരടായി ഞാൻ ഉണ്ടായാൽ ഒരിക്കലും നിന്റെ ചെറിയമ്പിയാർ നിന്റെ സ്നേഹം തിരിച്ചറിയില്ലായിരുന്നു. എല്ലാം നല്ലതിനാണ്. എൻ്റെ കവിത ദീർഘസുമംഗലിയായി വാഴണം. ഉണ്ണിമായ കവിതയുടെ നെറുകയിൽ തലോടി കുളക്കടവിൻ്റെ പടികൾ ഇറങ്ങി. അത്രയും നേരം വെള്ളം നോക്കി നിന്ന നിമിഷ പടികൾ ഇറങ്ങിച്ചെന്ന് മൂക്കുപൊത്തി ഒറ്റ ചാട്ടം. ഉണ്ണിമായും കവിതയും ഞെട്ടിത്തെറിച്ചു ചാടി എഴുന്നേറ്റ് വേഗം പടികളിറങ്ങി കുളത്തിലേക്ക് അവരും ചാടി. പിന്നെ ഇരുവരും മുങ്ങി നിവർന്നപ്പോൾ നിമിഷയും അവരുടെ ഒപ്പം നിവർന്നു നനഞ്ഞു വെള്ളമൊലിച്ച മുടി പിറകിലേക്കിട്ടു. നിമിഷ, നിനക്ക് നീന്തൽ അറിയാമായിരുന്നോ? ഉണ്ണിമായ വായിലെ വെള്ളം തുപ്പിക്കളഞ്ഞു. അറിയാലോ, അവൾ കൂസലില്ലാതെ മറുപടി നൽകി. കുളത്തിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിനെ പിടിച്ചിട്ട് കിട്ടിയില്ല. നിമിഷ അവരെ നോക്കി കണ്ണിറുക്കിയപ്പോൾ അവരുടെ മുഖം ഭയം മാറി പ്രസന്നമായി. പിന്നീട് സീനത്തും രമണിയും അടക്കം ആ നാട്ടിലുള്ള സകലരും ആ കുളക്കടവിലെത്തി കളിയും ചിരിയുമായി ഏറെ നേരെ സമയം പോയി. മനസ്സിൻ്റെ സകല പ്രയാസങ്ങളും മറന്ന് ഉണ്ണിമായ ആ നിമിഷങ്ങൾ ആസ്വദിച്ചു. ഇനിയൊരിക്കലും തിരികെ കിട്ടില്ല എന്നുറപ്പുള്ള മനോഹര നിമിഷങ്ങൾ. പലരും മണവാട്ടി വെള്ളത്തിലാണല്ലോ എന്ന ചോദ്യം ഉയർത്തി അതിലൂടെ നടന്നുപോയി. മുങ്ങാങ്കുഴിയിട്ട് മത്സരിച്ചതിൽ പതിവ് തെറ്റാതെ ഉണ്ണിമായ വിജയിയായി. 6 മണിയോടെ എല്ലാവരും കരക്ക് കയറി. അലക്കിയ തുണികൾ ബക്കറ്റിലിട്ട് വീട് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഉണ്ണിമായ ഏറ്റവും പിറകിലായിരുന്നു. എങ്കിലും അവർക്കെതിരെ വരുന്ന അമ്മയെയും മോളെയും ആദ്യം കണ്ടത് അവൾ തന്നെയായിരുന്നു. മുന്നോട്ട് നടക്കും തോറും നെഞ്ചിലെ പടപടപ്പ് ഏറി വന്നു. ഉണ്ണിമായ ഉറ്റുനോക്കി വരുന്നവരെ കണ്ടതും കവിത പിറകിലേക്ക് തിരിഞ്ഞു ഉണ്ണിമായയെ നോക്കി. അപ്പോഴും ഉണ്ണിമായുടെ നോട്ടം അവരിൽ തന്നെയായിരുന്നു. തുടരും. വളരെ സ്പീഡിൽ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വാക്കുകൾ വായിന്നൊക്കെ തെന്നിപ്പോകുന്നുണ്ടല്ലേ. ഇനിയും ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴും ട്രൈയിങ് ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എപ്പോഴും നമ്മളൊരു സ്റ്റുഡൻ്റാന്ന് പറഞ്ഞ പോലെ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഥ ഇനി അടുത്ത ഭാഗമായിട്ട് ഞാൻ നാളെ തന്നെ വരാം. നിങ്ങൾ കാത്തിരിക്കണം. ഈ പാർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് കുറഞ്ഞു വരികയാണ്. എനിക്ക് കമൻറ്റ് വായിക്കണം. കുറേ കമൻറ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നുണ്ടല്ലോ. തരും ഇനിയും അത് തരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കഥ വായിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം. നന്ദി.